കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പകലിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് സഭായോഗ മധ്യേ നാം വായിച്ച തിരുവചന ഭാഗം സങ്കീർത്തനം 119 സങ്കീർത്തനം 18 മുതൽ 24 വരെയുള്ള വാക്യങ്ങളാണ് വായിച്ചത്. അപ്പോൾ തന്നെ ഈ സങ്കീർത്തനത്തിൻ്റെ ഒരു തലക്കെട്ട് കൊടുക്കുമ്പോൾ കർത്താവിൻ്റെ നിയമം അല്ലെങ്കിൽ തിരുവെഴുത്തുകളുടെ മഹത്വം, ദൈവവചനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് സങ്കീർത്തനം 119 സവിസ്തരം പറഞ്ഞിരിക്കുന്നത്. അത് പഠിക്കുവാൻ എങ്ങനെയാണ് മുഖാന്തരമാകുന്നത്, അത് പഠിച്ചാൽ എന്താണ് ഗുണം, ഈ വചനത്തിൻ്റെ പ്രത്യേകത എന്താണ് എന്നിത്യാദി കാര്യങ്ങളൊക്കെയും ഒരു ഭക്തനെ സംബന്ധിച്ചുള്ള സകല വചനത്തിൻ്റെ ആശ്വാസവും ഇതെല്ലാം കോർത്തിണക്കിയ ദൈവവചന ഭാഗത്തിലെ ഏറ്റവും വലിയ സങ്കീർത്തനം അല്ലേ 119 സങ്കീർത്തനം. അത് 176 വാക്യമാണ് അതിലുള്ളത്. നാം ഇപ്പോൾ വായിച്ചത് 17 മുതൽ 24 വരെയുള്ള വാക്യങ്ങളാണ്. നമുക്കതിൻ്റെ പ്രാരംഭമായിട്ടുള്ള 1-2 വാക്യങ്ങളെ ഞാനൊന്ന് വായിക്കാം. 18-ാം വാക്യം: നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എൻ്റെ കണ്ണുകളെ തുറക്കണമേ. 24-ാം വാക്യം: നിന്റെ സാക്ഷ്യങ്ങൾ എൻ്റെ പ്രമോദവും എൻ്റെ ആലോചനക്കാരുമാകുന്നു. പ്രൈസ് ദി ലോർഡ്. നമുക്ക് തുടർന്നും 20-ാം വാക്യം ഇങ്ങനെ വായിക്കുകയാണ്: നിന്റെ വിധികൾക്കായുള്ള നീതി വാഞ്ച കൊണ്ട് എൻ്റെ മനസ്സ് തകർന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ സങ്കീർത്തനത്തിലെ 118-ാം വാക്യം വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഒരു സന്ദേശം തരുവാനിടയായിത്തീർന്നു. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വചനത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എൻ്റെ കണ്ണ് തുറക്കണമേ എന്നാണ് പറയുന്നത്. നമുക്ക് ആധാരമായിട്ടൊരു വാക്യം നമുക്ക് വായിക്കാം. പ്രൈസ് ദി ലോർഡ്. 2 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 15-ഉം 17-ഉം വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എൻ്റെ കണ്ണുകളെ തുറക്കണമേ. പ്രൈസ് ദി ലോർഡ്. ദൈവപുരുഷന്റെ ബാല്യക്കാരൻ രാവിലെ എഴുന്നേറ്റ് പുറത്തിറങ്ങിയപ്പോൾ ഒരു സൈന്യം കുതിരകളും രഥങ്ങളുമായി പട്ടണം വളഞ്ഞിരിക്കുന്നത് കണ്ടു. ബാല്യക്കാരൻ അവനോട്, അയ്യോ യജമാനനെ, നാം എന്തു ചെയ്യും എന്ന് പറഞ്ഞു. അതിന് അവൻ, പേടിക്കേണ്ട, നമ്മോട് കൂടെയുള്ളവർ അവരോട് കൂടെയുള്ളവരെക്കാൾ അധികം എന്ന് പറഞ്ഞു. പിന്നെ എലീശ പ്രാർത്ഥിച്ചു, യഹോവേ, ഇവൻ കാണത്തക്കവണ്ണം ഇവന്റെ കണ്ണ് തുറക്കണമേ എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. യഹോവ ബാല്യക്കാരന്റെ കണ്ണ് തുറന്നു. എലീശയുടെ ചുറ്റും അഗ്നിമയമായ കുതിരകളും രഥങ്ങളും കൊണ്ട് മല നിറഞ്ഞിരിക്കുന്നത് അവൻ കണ്ടു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ എലീശ പ്രവാചകനും തൻ്റെ ചുറ്റും കൂടി നിൽക്കുന്ന ശത്രു സൈന്യത്തെ കണ്ടപ്പോൾ തൻ്റെ കൂടെയുള്ളവർ ഒരല്പം ഭയപ്പെടുവാനിടയായിത്തീർന്നു. അപ്പോൾ ദൈവത്തോട് എലീശ പ്രവാചകൻ പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, അങ്ങയുടെ ഈ ശക്തിയും മഹത്വവും അല്ലെങ്കിൽ താൻ ആയിരിക്കുന്ന ചുറ്റുപാടിൽ ദൈവം ഒരുക്കിയിരിക്കുന്ന ഈ സംരക്ഷണ വലയത്തെ ഒന്ന് കാണുവാൻ ഈ കൂടെയുള്ളവരുടെ കണ്ണുകളെ തുറക്കണമേ. അവിടെ എന്താണ് സംഭവിച്ചത്? എന്താണ് അവർ കണ്ടത്? വായിക്കാം. ചുറ്റും കൂടി നിൽക്കുന്ന അഗ്നിമയ രഥങ്ങളും അഗ്നയാശ്വങ്ങളും തൻ്റെ ചുറ്റും ദൈവത്തിൻ്റെ സന്നാഹത്തോടു കൂടി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് അവർ കണ്ടത്. മനസ്സിലായോ? അപ്പോൾ ഇത് കാണുവാനുള്ള കണ്ണ് എലീശ പ്രവാചകന്റെ കൂടെയുള്ളവർക്ക് ഉണ്ടായില്ല. എന്നാൽ പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ കണ്ണുകളെ തുറന്നു. ദൈവം എലീശ പ്രവാചകന്റെ ചുറ്റും വെച്ചിരിക്കുന്ന ആ സംരക്ഷണ ആ വലയത്തെ കണ്ടപ്പോൾ അത് കാണുവാൻ വേണ്ടി പ്രാർത്ഥിച്ചപ്പോഴാണ് അവർക്ക് കണ്ണു തുറന്നത്. ഇവിടെ സങ്കീർത്തനകാരൻ പറയുകയാണ്, നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എൻ്റെ കണ്ണുകളെ തുറക്കണമേ. അപ്പോൾ ആന്തരിക നേത്രം പ്രകാശിച്ചാൽ മാത്രമാണ്. എഫെസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 16 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കത് വായിക്കാം. നമ്മുടെ കണ്ണുകളെ തുറന്നാൽ മാത്രമാണ് നമുക്ക് കർത്താവിന്റെ ഈ അത്ഭുതങ്ങളെ കാണുവാൻ കഴിയുകയുള്ളൂ. വായിക്കാം. പ്രിയനായവനെ നമുക്ക് സൗജന്യമായി നൽകിയ തന്റെ കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻനിയമിക്കുകയും ചെയ്തുവല്ലോ. അവനെ നമുക്ക് എഫെസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 16 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങൾക്ക് വേണ്ടി ഇടപെടാതെ സ്തോത്രം ചെയ്ത് എന്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർത്തും കൊണ്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപാടിന്റെയും ആത്മാവിനെ തരേണ്ടതിനും നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് അവന്റെ വെളിയാടുന്ന ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നും അവന്റെ ബലത്തിൽ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും
എന്നും നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പൗലോസും പറയുകയാണ്, നിങ്ങളെ വിളിച്ച ആശ ഇന്നതെന്ന്. ദൈവം നമ്മളെ വിളിച്ചത് ഇന്ന കാര്യത്തിനാണ് എന്നുള്ളത് നമ്മുടെ ആന്തരിക നേത്രങ്ങളെ പ്രകാശിപ്പിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ ദാസനായ പൗലോസ് പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ നമ്മൾ 3 വേദഭാഗങ്ങൾ വായിച്ചു. സങ്കീർത്തനം 119:18, നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എന്റെ കണ്ണു തുറക്കണമേ. 2 രാജാക്കന്മാർ 6-ാം അധ്യായത്തിന്റെ 15-17 വാക്യങ്ങൾ വായിക്കുമ്പോൾ, ചുറ്റും ദൈവം ഒരുക്കിയിരിക്കുന്ന സംരക്ഷണം കാണുവാൻ ഇവരുടെ കണ്ണുകളെ തുറക്കണമേ എന്ന് എലീശ പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ കണ്ണുകളെ തുറന്നു. ചില കാര്യങ്ങൾ അവർ കാണുവാൻ ഇടയായി തീർന്നു. ഇവിടെ ഇതാ പൗലോസും പറയുകയാണ്, തനിക്കൊരു മിസ്റ്ററി, മാർമിക സത്യം വെളിപ്പെട്ടു എന്ന് പറയുന്നു. എന്നാൽ ദൈവമേ, ഞങ്ങളെക്കുറിച്ചുള്ള അങ്ങയുടെ ഉദ്ദേശം തിരിച്ചറിയുവാൻ ഈ ജനത്തിന്റെ ആന്തരിക അകക്കണ്ണ്, ഹൃദയ കണ്ണുകൾ തുറക്കട്ടെ എന്ന് പൗലോസ് പ്രാർത്ഥിക്കുകയാണ്. എന്തിനാണ് 3 വേദഭാഗങ്ങളിൽ ഇത്തരത്തിൽ ആന്തരിക നേത്രങ്ങളെ പ്രകാശിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നത്? കാരണം ബാഹ്യമായ ബുദ്ധി കൊണ്ടോ ബാഹ്യമായ എന്തെങ്കിലും ടെക്നോളജി കൊണ്ടോ കാണാൻ കഴിയാത്ത ചില കാര്യങ്ങൾ കാണിച്ചു തരണമെങ്കിൽ ഈ ലോകത്തിലുള്ള നമ്മളോട് ദൈവം പറയുകയാണ്, ദൈവം തന്നെ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി നൽകാനിരിക്കുന്ന കാര്യങ്ങളെ തിരിച്ചറിയുവാൻ ലോകത്തിന്റെ ആത്മാവിനെയല്ല നമുക്ക് തന്നിരിക്കുന്നത്. ഇതെല്ലാം തിരിച്ചറിയണമെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെയാണ് നമുക്ക് വേണ്ടത് എന്ന് പൗലോസ് പറയുകയാണ് വീണ്ടും. അപ്പോൾ ഈ വചനം അനേകം ആവർത്തി വായിച്ചു എന്നതുകൊണ്ട് കാര്യമില്ല. ഇത് വായിക്കുമ്പോൾ ഇതിന്റെ അത്ഭുതങ്ങളെ കാണുവാൻ നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചാൽ മാത്രമാണ് ഇതിന്റെ സത്യം എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയുകയുള്ളൂ. പൗലോസ് സിനഗോഗുകളിൽ പ്രസംഗിക്കുമ്പോൾ പറയുന്നുണ്ട്, നമ്മുടെ പിതാക്കന്മാർ എല്ലാ ശബത്തുകളും വായിച്ച തിരുവെഴുത്തുകളെ അറിയാത്തത് കൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ അവർ ക്രൂശിൽ തറച്ചു എന്ന്. അപ്പോൾ ഞായറാഴ്ച ആരാധനയുണ്ട്, ശനിയാഴ്ച ആരാധനയുണ്ട്, മറ്റ് ദിവസങ്ങളിൽ ആരാധനയുണ്ട്, തിരുവചന വായനയുണ്ട്. എന്നാൽ പൗലോസ് പറയുകയാണ്, ഈ വായിക്കുന്നതൊന്നും തിരിച്ചറിയാതെ പോയത് കൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തുവിനെ ക്രൂശിക്കുവാനിടയായി തീർന്നത്. അപ്പോൾ നമുക്കും ഒരു ബുദ്ധിയോപദേശം ലഭിക്കുകയാണ്. ഒരിക്കലും നമുക്കും ഇത് വായിക്കുമ്പോൾ, ഇത് പറയുമ്പോൾ മനസ്സിലാകാതെ പോകരുത്. അതുകൊണ്ടാണ് സങ്കീർത്തനത്തിൽ പറയുന്നത്, ഈ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണുവാൻ എന്റെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിക്കണമേ, എന്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. അപ്പോൾ ഇന്ന് പകലിൽ നമുക്ക് ഏറ്റവും ആവശ്യമായിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് വചന വായനയല്ല, അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും ബാഹ്യമായ കാര്യങ്ങളല്ല. തിരുവചനത്തിന്റെ സത്യങ്ങളെ തിരിച്ചറിയുവാൻ നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. പ്രൈസ് ദി ലോർഡ്. അതാണ് സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നതിന്റെ 1-ാമത്തെ ഭാഗം. അപ്പോൾ ദൈവം ഈ ലോകത്തോട് ഇടപെട്ട ഇടപെടലുകൾ നാം തിരിച്ചറിയണം. ദൈവം എങ്ങനെയാണ് മനുഷ്യരോട് ഇടപെട്ടിട്ടുള്ളത്? ദൈവം ആദാം മുതൽ അല്ലേ, ദൈവം മനുഷ്യരോട് ഇടപെട്ട് മോശയിലൂടെ ന്യായപ്രമാണം കൊടുത്ത്, തുടർന്ന് പ്രവാചകന്മാരിലൂടെ സംസാരിച്ച്, കർത്താവായ യേശു ക്രിസ്തു നേരിട്ട് വന്ന് സംസാരിച്ച്, അപ്പോസ്തലന്മാരിലൂടെ സംസാരിച്ച്, ഒടുവിൽ വിശുദ്ധ യോഹന്നാൻ അപ്പോസ്തലനിലൂടെ സംസാരിച്ച് ദൈവം തിരുവചനത്തിന് പൂർണ്ണ രൂപം കൊടുത്തു. അല്ലേ? ദൈവം സംസാരിച്ച, ദൈവം മനുഷ്യനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത വിധങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ പ്രോഗ്രസീവ് ആയിട്ടുള്ളൊരു റെവലേഷൻ മനുഷ്യകുലത്തിന് ദൈവം കൊടുത്തിട്ടുണ്ട്. അല്ലെ? മോശയുടെ കാലത്ത് ന്യായപ്രമാണം കൊടുത്തു. അതിനുശേഷം വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ പ്രവാചകന്മാരെ എഴുന്നേൽപ്പിച്ചു. അതിനുശേഷം അനേകം സംവത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ വന്നു. അപ്പോൾ തന്നെ തന്റെ അപ്പോസ്തലന്മാരെ കൊണ്ട് സുവിശേഷങ്ങൾ എഴുതിപ്പിച്ചു. പൗലോസിനെ കൊണ്ട് ലേഖനങ്ങൾ ദൈവം എഴുതിപ്പിച്ചു. ഒടുവിലിതാ ഇതെല്ലാത്തിന്റെ ഒടുവിൽ വെളിപ്പാട് പുസ്തകം എന്ന് പറഞ്ഞാൽ പൗലോസ് മരിക്കുന്നത് AD 68 മുൻപാണ് എന്ന് ചരിത്ര പണ്ഡിതന്മാർ പറയുന്നു. അങ്ങനെയെങ്കിൽ ജെറുസലേം ദേവാലയം നശിപ്പിക്കപ്പെടുന്നതിന് മുൻപേ സകല അപ്പോസ്തലന്മാരും ഇവിടെ നിന്ന് ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുവാനിടയായിത്തീർന്നു. പിന്നീട് ജെറുസലേം ദേവാലയം കല്ലിന്മേൽ കല്ല് ശേഷിക്കുകയില്ല എന്ന് പറഞ്ഞ കർത്താവിന്റെ വാക്ക് അതേപോലെ നിവർത്തിച്ചുകൊണ്ട് AD 70 ജെറുസലേം ദേവാലയം നശിപ്പിക്കപ്പെട്ടു. അങ്ങനെ പത്മോസ് ദ്വീപിലേക്ക് നാടുകടത്തപ്പെട്ട ഏകദേശം 90-95 വയസ്സുള്ള ഒരു വൃദ്ധനായ ഒരു മനുഷ്യൻ, ദൈവം ഏറ്റവും സ്നേഹിച്ചിരുന്ന ശിഷ്യനായിരുന്ന യോഹന്നാൻ അപ്പോസ്തലൻ, 95 വയസ്സുള്ള ഈ മനുഷ്യന് AD 95 ഒരു വെളിപ്പാട് കൊടുക്കുകയാണ്. അപ്പോൾ
AD 68 മുൻപായി രേഖപ്പെടുത്തി വെച്ചിരുന്ന തിരുവചനത്തെ കൂടാതെ AD 95 ഫൈനലായിക്കൊണ്ട് ദൈവം പറയുകയാണ്, നീ കണ്ടതും ഇപ്പോഴുള്ളതും മേലാൽ സംഭവിക്കാനുള്ളതും എഴുതി വെക്കുവാൻ പറഞ്ഞു. അപ്പോൾ നമ്മളിത് പഠിക്കുമ്പോൾ ഓരോരോ കാലഘട്ടങ്ങളിലൂടെ ദൈവം വ്യക്തമായി ജനത്തോട് ഇടപെട്ടിട്ടുണ്ട്, അല്ലേ? മോശയുടെ കാലത്ത് ന്യായപ്രമാണ സംബന്ധമായി ദൈവം ഇടപെട്ടു. നമുക്കൊന്ന് രണ്ട് വാക്യങ്ങൾ പെട്ടെന്ന് ചിന്തിച്ചു പോകാം. ഇവിടെ ലേവ്യ പുസ്തകം അതിന്റെ 24 അധ്യായം 1 മുതൽ 14 വരെ വായിക്കുമ്പോൾ അവിടെ പറയുകയാണ്, ഒരുവൻ തിരുനാമം ദുഷിച്ചു സംസാരിച്ചു. അപ്പോൾ ഇവനെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. അപ്പോൾ ദൈവത്തിന്റെ അരുളപ്പാട് മോശയ്ക്കുണ്ടായി, ഈ തിരുനാമം ദുഷിച്ചവനെ കല്ലെറിഞ്ഞു കൊല്ലണം, അല്ലെങ്കിൽ അവനെ കൊന്നുകളണമെന്ന് ദൈവം പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. അത് കഴിഞ്ഞ് സംഖ്യാപുസ്തകം 15-ാം അധ്യായത്തിന്റെ 32 മുതൽ 36 വരെയുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ ശബത്ത് ദൈവം ഈ യഹൂദിന് കൊടുക്കുകയാണ്. 6 ദിവസം അധ്വാനിക്കുക, 7-ാം ദിവസം വിശ്രമിക്കുക. അപ്പോൾ അന്ന് ഒരു തൊഴിലും ചെയ്യാൻ പാടില്ല. അപ്പോൾ അവിടെ ഒരുവൻ വിറക് പിറക്കി, ചുള്ളിക്കമ്പ് പിറക്കിയെടുത്തു, അപ്പം ചൂടാനോ അല്ലെങ്കിൽ തീ കത്തിക്കുവാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ഒരുവനെ കണ്ടപ്പോൾ ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ചത് കൊണ്ട് ഇവരെ പിടിച്ചുകൊണ്ട് മോശയുടെ അടുക്കൽ കൊണ്ടുവന്നു. മോശയോട് ചോദിച്ചു, ഈ മനുഷ്യനോട് എന്ത് ചെയ്യണം? അപ്പോൾ അവിടെ വചനത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. സംശയമുള്ളവർക്ക് മാത്രം വായിക്കാം, സമയത്തിന്റെ പരിധി കൊണ്ട് ഞാൻ പറഞ്ഞു പോവുകയാണ്. സംഖ്യാപുസ്തകം 15-ാം അധ്യായത്തിന്റെ 32 മുതൽ 36 വരെ അവിടെ പറയുകയാണ്, ഇതേക്കുറിച്ച് ദൈവം അരുളപ്പാട് നൽകിയിട്ടില്ലാത്തത് കൊണ്ട് കാത്തിരിക്കേണ്ടതായ ആവശ്യം വന്നു. അപ്പോൾ എന്ത് ചെയ്യണമെന്നുള്ള കാര്യത്തെക്കുറിച്ച് അവർക്ക് ഒരു ആശയക്കുഴപ്പം വന്നു. ദൈവം പിന്നീട് മോശയോട് പറയുകയാണ്, ശബത്തിൽ ഈ പ്രവൃത്തി ചെയ്തവനെ അവനെയും കൊന്നുകളയുക എന്ന് പറയുകയാണ്. അപ്പോൾ നിയമലംഘനം, നിയമങ്ങൾ ലംഘിക്കുമ്പോൾ ദൈവം പടിപടിയായിട്ടുള്ള പ്രോഗ്രസീവായിട്ടുള്ള റെവലേഷൻ മോശയുടെ കാലം തുടങ്ങി കൊടുക്കുകയാണ് ചില പ്രതിസന്ധി ഘട്ടത്തിന്റെ ഇടയിൽ. തന്നെയുമല്ല, സംഖ്യാപുസ്തകം 16-ാം അധ്യായത്തിന്റെ 28-ാം വാക്യം മാത്രം നമുക്കൊന്ന് വായിക്കാം. സംഖ്യാപുസ്തകം 16-ന്റെ 28-ാം വാക്യം. അപ്പോൾ മോശ പറഞ്ഞത്, ഈ സകല പ്രവൃത്തികളും ചെയ്യേണ്ടതിന് യഹോവ എന്നെ അയച്ചു. ഞാൻ സ്വമേധയായി ഒന്നും ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾ ഇതിനാൽ അറിയും. പ്രൈസ് ദി ലോർഡ്. വളരെ ശ്രദ്ധിക്കണമേ. ഇവിടെ മോശയുടെ ഒരു സാക്ഷ്യമാണ്, ദൈവമാണ് എന്നെ അയച്ചതെന്നും, അല്ലെങ്കിൽ കർത്താവ് പറഞ്ഞിട്ടാണ് ഇതെല്ലാം ഞാൻ ചെയ്യുന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിന് ഇന്ന കാര്യങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ ദൈവമാണ് എന്നെ അയച്ചത്, അല്ല എങ്കിൽ ദൈവമല്ല എന്നെ അയച്ചത് എന്ന് പറയുകയാണ്. അപ്പോൾ മോശ അവിടെ എടുത്തു പറയുന്നൊരു കാര്യം, ഞാൻ ദൈവം പറയുന്നത് കേട്ടിട്ടാണ് നിങ്ങളോട് ഏൽപ്പിച്ചു തരുന്നത്. നമുക്ക് വായിക്കേണ്ട പുറപ്പാട് പുസ്തകം 40-ാം അധ്യായത്തിന്റെ ചില വാക്യങ്ങൾ മാത്രം ഞാനൊന്ന് പരിചയപ്പെടുത്താം. അതിന്റെ 16-ാം വാക്യം, യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെയൊക്കെയും അവൻ ചെയ്തു. 20-ാം വാക്യം, യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ. 21-ാം വാക്യം, യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ. 23-ാം വാക്യം, യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ. 25-ാം വാക്യം, യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ. 27-ാം വാക്യം, യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ. അതിന്റെ 29-ാം വാക്യത്തിന്റെ അവസാന ഭാഗം, യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ. 32-ാം വാക്യം, യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ. 33-ാം വാക്യം. ഇങ്ങനെ മോശ പ്രവൃത്തി സമാപിപ്പിച്ചു. എന്തിനാണ്? പുറപ്പാട് പുസ്തകം 40-ാം അധ്യായത്തിൽ 10-ൽ പരം പ്രാവശ്യം യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആധികാരികമായി മോശ പറയുകയാണ്, ദൈവമാണ് എന്നോട് കൽപ്പിച്ചത്, ദൈവമാണ് എന്നെ കൊണ്ട് ഇത് പറയിപ്പിക്കുന്നത്, ദൈവമാണ് എന്നെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുന്നത് എന്ന് മനസ്സിലായോ? എന്നിട്ട് ഈ മോശ പറയുകയാണ്, ദൈവമാണ് എന്നെ നിർത്തിയിരിക്കുന്നത് എന്നതിനുള്ള തെളിവായി ഇന്നതുപോലെ സംഭവിച്ചാൽ മാത്രം നിങ്ങൾ വിശ്വസിച്ചാൽ മതി. കൃത്യമായി അങ്ങനെ സംഭവിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ ദൈവം മോശ തുടങ്ങി അങ്ങ് യോഹന്നാൻ വരെ ദൈവത്തിന്റെ വചനങ്ങളെ കൊടുത്തു എന്നുള്ള ആധികാര തെളിവുകൾ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ മോശയുടെ കാലം തുടങ്ങി അപ്പോസ്തലനായ യോഹന്നാൻ വരെ ഏകദേശം 1500 വർഷത്തിന്റെ അന്തരമുണ്ട് എന്ന് വേദപണ്ഡിതന്മാർ പറയുന്നു, കണക്ക് കൂട്ടി നോക്കുമ്പോൾ. അപ്പോൾ 1500 വർഷത്തെ അന്തരത്തിൽ 40ഓളം വ്യത്യസ്തമായ ആളുകളിലൂടെ ഈ തിരുവചനം രേഖപ്പെടുത്തി ഇന്ന് നമ്മുടെ കയ്യിൽ കാണുന്ന ഈ 66 പുസ്തകമുള്ള ഒറ്റ പുസ്തകമായ ബൈബിൾ നമ്മുടെ കയ്യിൽ കിട്ടുവാനിടയായി തീർന്നു. അപ്പോൾ മോശ മുതൽ, ആദ്യത്തെ എഴുത്തുകാരനായ മോശ മുതൽ അവസാന എഴുത്തുകാരനായ യോഹന്നാൻ വരെ
സംവത്സരങ്ങൾ 1500 സംവത്സരത്തിനിടയിൽ 40ഓളം വ്യക്തികളെ കൊണ്ട് ദൈവം എഴുതി വെച്ചിരിക്കുകയാണ് തിരുവചനം. അപ്പോൾ മോശയിലൂടെ നൽകിയ അരുളപ്പാടുകളാണ് നമ്മൾ ശ്രദ്ധിച്ചത്. മോശയിലൂടെ നൽകിയ അരുളപ്പാടിന്റെ പ്രത്യേകത എന്തായിരുന്നു? ഇത് ദൈവമാണ് മോശയ്ക്ക് കൊടുത്തത് എന്നുള്ളതിന് 100% അവിടെ ഉറപ്പുണ്ട്, അല്ലേ? എന്നാൽ അടുത്തത് നമുക്ക് 1-2 വാക്യങ്ങൾ വായിക്കാം. ജെറമിയ പ്രവാചകന്റെ പുസ്തകം അതിന്റെ 14-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം ഒന്ന് വായിക്കാം. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം. യഹോവ എന്നോട് അരുളിച്ചെയ്തത്, പ്രവാചകന്മാർ എന്റെ നാമത്തിൽ ഭോഷ്ക് പ്രവചിക്കുന്നു. ഞാൻ അവരെ അയച്ചിട്ടില്ല, അവരോട് കൽപ്പിച്ചിട്ടില്ല, അവരോട് സംസാരിച്ചിട്ടുമില്ല. അവർ വ്യാജദർശനവും പ്രശ്നവാക്യവും ഇല്ലാത്ത കാര്യവും സ്വന്തം ഹൃദയത്തിലെ വഞ്ചനയും നിങ്ങളോട് പ്രവചിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ തന്നെ ദൈവം തന്റെ ദാസന്മാരിലൂടെയും പ്രവാചകന്മാരിലൂടെയും മോശയിലൂടെയും ഒക്കെ സംസാരിക്കുമ്പോൾ ദൈവത്തിന്റെ ആധികാരിക തെളിവുണ്ട്. ഇതെല്ലാം കർത്താവ് പറഞ്ഞിട്ട് കർത്താവിന്റെ ദാസന്മാർ പറയുന്നതാണ്, അല്ലേ? അപ്പോൾ അതിനിടയിൽ കയറി ദൈവം പറയാതെ ചിലർ എന്ത് ചെയ്യുകയാണ്? ഈ വചനത്തെ കോട്ടിമാട്ടുകയാണ്. കണ്ടോ? യഹോവ എന്നോട് അരുളിച്ചെയ്തത്, പ്രവാചകന്മാർ എന്റെ നാമത്തിൽ ഭോഷ്ക് പ്രവചിക്കുന്നു. ഞാൻ അവരെ അയച്ചിട്ടില്ല, അവരോട് കൽപ്പിച്ചിട്ടില്ല, അവരോട് സംസാരിച്ചിട്ടുമില്ല എന്ന് പറഞ്ഞാൽ ദൈവമായിട്ട് അവരുമായി യാതൊരു ബന്ധവുമില്ല. ദൈവം തന്നെ പറയുകയാണ്, എനിക്ക് ഇവരോട് യാതൊരു ബന്ധവുമില്ല. പക്ഷേ എൻ്റെ നാമത്തിൽ ഓടി നടന്ന് അവരെന്ത് ചെയ്യുകയാണ്? പ്രവചിക്കുകയാണ്. അവർ ഇന്ന കാര്യം സംഭവിക്കുമെന്ന് പറയുകയാണ്. ദൈവം പറയുകയാണ്, എനിക്ക് അവരെ അറിയേയില്ല, ഞാൻ അവരോട് സംസാരിച്ചിട്ടുമില്ല, ഞാൻ പറഞ്ഞ കാര്യവുമല്ല അവർ പറയുന്നത് എന്നോട് പറയുകയാണ്. ഒരു വാക്യം കൂടി വായിക്കാം. 23-ന്റെ 32-ാമത്തെ വാക്യം. 23-ാം അധ്യായം അതിന്റെ 32-ാമത്തെ വാക്യം. വ്യാജസ്വപ്നങ്ങളെ പ്രവചിച്ച് വിവരിച്ച് ഭോഷ്ക് കൊണ്ട് വ്യർത്ഥ പ്രശംസ കൊണ്ടും എന്റെ ജനത്തെ തെറ്റിച്ചു കളയുന്നവർക്ക് ഞാൻ വിരോധമാകുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇവിടെ പറയുന്നു, വ്യാജ സ്വപ്നങ്ങളെ പ്രവചിച്ചു വിവരിച്ചു ഭോഷ്ക് കൊണ്ട് വ്യർത്ഥ പ്രശംസ കൊണ്ടും എന്റെ ജനത്തെ തെറ്റിച്ചു കളയുന്നവർക്ക് ഞാൻ വിരോധമാകുന്നു. അപ്പോൾ നുണയും വഞ്ചനയും കൊണ്ട്, രാത്രി കിടന്നപ്പോൾ കണ്ട സ്വപ്നവും കൊണ്ട് അനേകരുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന്, ഇന്നലെ രാത്രി എനിക്ക് ദൈവം പ്രത്യക്ഷപ്പെട്ടു ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് നൽകപ്പെടാത്ത വചനത്തിന്റെ അപ്പുറത്ത് നിന്ന് കാര്യങ്ങൾ പറയുകയാണ്. ദൈവം പറയുകയാണ്, അവർക്ക് ഞാൻ വിരോധമാണ്. അപ്പോൾ ദൈവവചനത്തിൽ നിന്നുകൊണ്ടായിരിക്കണം നമ്മൾ ഉപദേശിക്കേണ്ടത്. ദൈവവചനമായിരിക്കണം നമ്മുടെ ആധാരം. ഈ ദൈവവചനം ദൈവം എഴുതിച്ചപ്പോൾ അത് 40ഓളം വ്യക്തികളെ കൊണ്ട് 1500 വർഷത്തെ അന്തരത്തിൽ മോശ മുതൽ യോഹന്നാൻ വരെയുള്ള ആളുകളെ കൊണ്ട് ദൈവം കൃത്യമായി രേഖപ്പെടുത്തി വെച്ച് നമ്മുടെ കരങ്ങളിൽ ഇതെല്ലാം കുത്തിക്കെട്ടി ഭംഗിയാക്കി ഒരു ബൈബിൾ രൂപത്തിൽ നമുക്ക് തന്നിരിക്കുകയാണ്. ഈ സത്യത്തിന് നിരക്കാത്ത സ്വപ്നവും കാപട്യവും നുണയും അതുമൂലം നാം വഞ്ചിക്കപ്പെടുവാനിടയാകരുത്. അതുമായി ദൈവത്തിന് ഒരു ബന്ധവുമില്ല എന്നുള്ളതാണ് ഈ പ്രവാചകന്മാരുടെ പുസ്തകത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, അല്ലേ? അപ്പോൾ തന്നെ നമുക്ക് യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-28 വാക്യം എന്ന് എടുക്കാം. പടിപടിയായി പ്രോഗ്രസീവായി ദൈവത്തിന്റെ വചനം ദൈവദാസന്മാരിലൂടെ ഹാൻഡ് ഓവർ ചെയ്ത വിധങ്ങളെ കുറിച്ചാണ് നമ്മൾ അല്പമായി ഇനി ചിന്തിക്കാൻ പോകുന്നത്. മോശയിലൂടെ, സത്യപ്രവാചകന്മാരിലൂടെ, യെശയ്യാ, ജെറമിയ തുടങ്ങിയ പ്രവാചകന്മാർ പറയുന്നുണ്ട്, കർത്താവിന്റെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ കർത്താവിനോട് ഇപ്രകാരം അരുളി ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ് സത്യങ്ങളെ പ്രവചിക്കുമ്പോൾ അവിടെ ഇതാ വ്യാജന്മാർ വന്ന് വ്യാജപ്രവചനം നടത്തുന്നു. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ കാലം വന്നു. കർത്താവായ യേശുക്രിസ്തു എന്താണ് ചെയ്തതെന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. 8-28 വാക്യം. ആകയാൽ യേശു, നിങ്ങൾ മനുഷ്യപുത്രനെ ഉയർത്തിയ ശേഷം ഞാൻ തന്നെ അവനെന്നും ഞാൻ സ്വയമായിട്ടൊന്നും ചെയ്യാതെ പിതാവ് എനിക്ക് ഉപദേശിച്ചു തന്നതുപോലെ ഇത് സംസാരിക്കുന്നുവെന്നും അറിയും. പ്രൈസ് ദി ലോർഡ്. ഇവിടെ എന്താണ് പറഞ്ഞത്? പിതാവ് തന്നോട് കൽപ്പിച്ചതുപോലെ തന്നെയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നതെന്ന് നിങ്ങൾ അറിയും. എന്താണ് പറഞ്ഞത്? ഞാൻ സ്വയമായി ഒന്നും ചെയ്യാതെ പിതാവ് എനിക്ക് ഉപദേശിച്ചു തന്നതുപോലെ ഇത് സംസാരിക്കുന്നു എന്നറിയും. അപ്പോൾ പിതാവായ ദൈവം പറഞ്ഞതിന്റെ അപ്പുറത്ത് കർത്താവായ യേശു ക്രിസ്തു ഒന്നും പറഞ്ഞിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. കർത്താവ് പറയുന്നുണ്ട്. നമുക്കൊരു വാക്യം കൂടി വായിക്കാം. 12-ാം അധ്യായത്തിന്റെ, യോഹന്നാൻ എഴുതിയ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 49-ാം വാക്യം.
ഞാൻ സ്വയമായി സംസാരിച്ചിട്ടില്ല, എന്നെ അയച്ച പിതാവ് തന്നെ ഞാൻ ഇന്നത് പറയണമെന്നും ഇന്നത് സംസാരിക്കണമെന്നും കൽപ്പന തന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ സ്വയമായി സംസാരിച്ചിട്ടില്ല, എന്നെ അയച്ച പിതാവ് തന്നെ ഞാൻ ഇന്നത് പറയണമെന്ന് ഇന്നത് സംസാരിക്കണമെന്നും കൽപ്പന തന്നിരിക്കുന്നു. ക്രൂശിലെ മരണത്തോളം, ആ മരണത്തോളം അനുസരണം ശീലിച്ചവനാണ് കർത്താവായ യേശു ക്രിസ്തു. കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലായിരിക്കുമ്പോൾ കർത്താവ് പറഞ്ഞു, എനിക്ക് നിങ്ങളെക്കുറിച്ച് പലതും വിധിക്കുവാനും പറയുവാനും ഉണ്ട്. പക്ഷേ പിതാവ് പറഞ്ഞതിന്റെ അപ്പുറത്തേക്ക് ഒരു കാര്യം കർത്താവ് പറഞ്ഞില്ല. പിതാവ് പറഞ്ഞു കൊടുത്ത, അതൊന്നുകൂടി വായിക്കാം നമുക്ക്. എന്താണ് അവർ പറഞ്ഞത്? ഞാൻ സ്വയമായി സംസാരിച്ചിട്ടില്ല, എന്നെ അയച്ച പിതാവ് തന്നെ ഞാൻ ഇന്നത് പറയണം എന്നും ഇന്നത് സംസാരിക്കണമെന്നും കൽപ്പന തന്നിരിക്കുന്നു. സ്വർഗത്തിലെ ദൈവം കൽപ്പന തന്നിരിക്കുകയാണ്. നീ ഇന്നതേ പറയാൻ പാടുള്ളൂ, ഇന്നതേ ചെയ്യാൻ പാടുള്ളൂ. മനസ്സിലായോ? സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും കർത്താവ് ചെയ്തിട്ടില്ല എന്നുള്ളത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു വാക്യം കൂടി നമുക്ക് വായിക്കാം. 15-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം. യജമാനൻ ചെയ്യുന്നത് ദാസൻ അറിയായതുകൊണ്ട് ഞാൻ നിങ്ങളെ ദാസന്മാർ എന്ന് ഇനി പറയുന്നില്ല. ഞാൻ എന്റെ പിതാവിനോട് കേട്ടതെല്ലാം നിങ്ങളോട് അറിയിച്ചത് കൊണ്ട് നിങ്ങളെ സ്നേഹിതന്മാർ എന്ന് പറഞ്ഞിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പറയുകയാണ്, എന്റെ പിതാവിനോട് കേട്ടത് എല്ലാം നിങ്ങളോട് അറിയിച്ചു എന്ന്. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു തന്റെ 12 ശിഷ്യന്മാർക്ക് അറിയിച്ചു കൊടുത്തത് എന്താണ്? പിതാവായ ദൈവം കർത്താവായ യേശു ക്രിസ്തുവിനോട് എന്താണോ പറയാൻ പറഞ്ഞത്, എന്താണോ ഉപദേശിക്കാൻ പറഞ്ഞത്, അതാണ് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞതും പ്രവർത്തിച്ചതും ചെയ്തതും. അല്ലേ? പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ. അല്ല പിതാവേ, എങ്കിലും എന്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം. അപ്പോൾ ക്രൂശിന്റെ മരണത്തോളം അനുസരണം സിദ്ധിച്ചവനായിരുന്നു കർത്താവായ യേശു ക്രിസ്തു. പിതാവായ ദൈവം പറഞ്ഞതും കർത്താവിന്റെ ചെവി കൊണ്ട് കേട്ടതുമായിട്ടുള്ള കൃത്യമായ കാര്യങ്ങളാണ് കർത്താവായ യേശു ക്രിസ്തു പോലും ചെയ്തതും പറഞ്ഞതും പ്രവർത്തിച്ചതും എന്നുള്ളതാണ് ഈ വാക്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 8:28, 8:12 മുതൽ 12-ാം അധ്യായത്തിന്റെ 49, അപ്പോൾ തന്നെ 15-ാം വാക്യം. ഇവിടെയൊക്കെ കർത്താവ് പിതാവായ ദൈവത്തെ അനുസരിക്കുന്ന, പിതാവായ ദൈവം തന്നോട് എന്ത് സംസാരിച്ചുവോ അത് മാത്രമാണ് പറഞ്ഞു കൊടുത്തത്. അപ്പോഴും ദൈവവചനം പൂർണ്ണമായോ? കർത്താവായ യേശു ക്രിസ്തു യോഹന്നാൻ അപ്പോസ്തലനിലൂടെ AD 30-കളിൽ സംസാരിക്കുമ്പോൾ അത് രേഖപ്പെടുത്തി വെച്ചു. അപ്പോൾ ഇവിടെ പറയുകയാണ്, പിതാവ് എന്നോട് സംസാരിച്ചത് ഞാൻ നിങ്ങളോട് പറയുന്നു. എന്നാൽ പ്രിയമുള്ളവരെ, നമുക്കൊന്ന് 2 വാക്യങ്ങൾ കൂടി വായിക്കാം. കർത്താവായ യേശു ക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ഗലാത്യ ലേഖനം നമുക്കൊന്ന് എടുക്കാം. കർത്താവ് കേട്ടതും പിതാവ് പറഞ്ഞതുമായ കാര്യങ്ങൾ മാത്രം പറഞ്ഞ് അത് മാത്രം ചെയ്ത് കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ സകലതും നിവർത്തിച്ച് ലോകത്തിന്റെ പാപത്തിന് പരിഹാരം ചെയ്ത് സ്വർഗാരോഹണം ചെയ്തു. അല്ലേ? പിന്നീട് നമുക്കറിയാം 12 അപ്പോസ്തലന്മാരുടെ രാജ്യത്തിന്റെ സുവിശേഷങ്ങൾ മുന്നോട്ട് പറഞ്ഞു. എന്നാൽ ഈ ജനം തിരസ്കരിച്ചു കളഞ്ഞപ്പോൾ ദൈവം എന്ത് ചെയ്തു? ദൈവത്തിന് പുതിയ ചില കാര്യങ്ങളെ ജനത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാനുണ്ടായിരുന്നു. ദൈവം എങ്ങനെയാണ് ആ പുതിയ കാര്യങ്ങൾ വെളിപ്പെടുത്തിയത്? അതാണ് പ്രോഗ്രസീവ് റെവലേഷനിലൂടെ മോശയിലൂടെ ദൈവം സംസാരിച്ചു, പ്രവാചകന്മാരിലൂടെ ദൈവം സംസാരിച്ചു, യേശു ക്രിസ്തു നേരിട്ട് വന്ന് സംസാരിച്ചു. കർത്താവ് ഭൂമിയിൽ ശുശ്രൂഷ ചെയ്ത് സ്വർഗത്തിലേക്ക് പോയി. പിന്നെയും ദൈവത്തിന് സംസാരിക്കണമെന്ന ആഗ്രഹമുണ്ടായി. അപ്പോൾ ദൈവം എങ്ങനെയാണ് സംസാരിച്ചത്? നമുക്കതൊന്ന് വായിക്കാം. ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. മനുഷ്യരിൽ നിന്നല്ല, മനുഷ്യനാലുമല്ല, യേശുക്രിസ്തുവിനാലും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച പിതാവായ ദൈവത്താലും അത്രേ അപ്പോസ്തലനായ പൗലോസും കൂടെയുള്ള സകല സഹോദരന്മാരും ഗലാത്യ സഭകൾക്ക് എഴുതുന്നത്. പ്രൈസ് ദി ലോർഡ്. വളരെ ആധികാരികമായി നമുക്കറിയാം, പൗലോസിന്റെ ദൈവവുമായിട്ടുള്ള ഒരു കണ്ടുമുട്ടൽ ദമാസ്കസിന്റെ പടിവാതിൽക്കൽ വെച്ച് സൂര്യനെ വെല്ലുന്ന ഒരു ശോഭയുടെ മുൻപിൽ പൗലോസ് നിലത്ത് വീഴുകയാണ്. അതിനുശേഷം പൗലോസിനെ ദൈവം വിളിച്ച് വേർതിരിച്ച് ഒരു അപ്പോസ്തലത്വം കൊടുത്ത് പൗലോസിനെ പറയുന്നുണ്ട്, നീ ഇപ്പോൾ കണ്ടതിനും ഇനി നിന്നോട് സംസാരിക്കാനിരിക്കുന്നതിനും നീ എനിക്ക് സാക്ഷിയായിരിക്കും. അപ്പോസ്തല പ്രവൃത്തിയിൽ പറയുന്നുണ്ട്, അല്ലേ? അപ്പോൾ ദൈവത്തിന് ചില കാര്യങ്ങൾ വീണ്ടും സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലായിരിക്കുമ്പോൾ സംസാരിച്ചതിന്റെ അപ്പുറത്തേക്കുള്ള ചില കാര്യങ്ങൾ സ്വർഗത്തിലെ ദൈവത്തിന് കർത്താവായ യേശു ക്രിസ്തുവിനോട് വീണ്ടും സംസാരിക്കാനുണ്ട് എന്നർത്ഥം. അതുകൊണ്ടാണ്
പൗലോസ് എന്ന് പറയുന്ന ഒരു അപ്പോസ്തലനെ തിരഞ്ഞെടുത്തുകൊണ്ട് പിതാവായ ദൈവത്താലും കർത്താവായ യേശു ക്രിസ്തുവിനാലും ഞാൻ അപ്പോസ്തലനായിരിക്കുകയാണ് എന്ന് പറഞ്ഞത്. അപ്പോസ്തലനായി എന്തിനു വേണ്ടിയിട്ടാ? ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 11-12 വാക്യങ്ങളൊന്ന് വായിക്കാം. സഹോദരന്മാരെ, ഞാൻ അറിയിച്ച സുവിശേഷം മാനുഷ്യമല്ല എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. Praise the Lord. അത് ഞാൻ മനുഷ്യരോട് പ്രാപിച്ചിട്ടില്ല, പഠിച്ചിട്ടുമില്ല, യേശു ക്രിസ്തുവിന്റെ വെളിപ്പാടിനാൽ അത്രേ പ്രാപിച്ചത്. കണ്ടോ, ഇവിടെ പറയുകയാണ്, സഹോദരന്മാരെ, ഞാൻ അറിയിച്ച സുവിശേഷം മാനുഷ്യമല്ല. കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ പോയതിനു ശേഷം അപ്പോസ്തലനായ പൗലോസിലൂടെ സ്വർഗത്തിലെ ദൈവം അപ്പോസ്തലത്വം കൊടുത്ത് കർത്താവായ യേശു ക്രിസ്തുവിലൂടെ വീണ്ടും ഒരു പുതിയ വെളിപ്പാട് കൊടുക്കുകയാണ്. പുതിയ വെളിപ്പാട് എന്ന് പറഞ്ഞാൽ അന്ന് വരെ വെളിപ്പെടുത്തി കൊടുക്കാത്ത ചില കാര്യങ്ങളാണ് പൗലോസിന് ദൈവം കൊടുക്കുന്നത്. അപ്പോൾ പൗലോസ് പറയുകയാണ്, അപ്പോസ്തലത്വം ലഭിച്ചത് പിതാവായ ദൈവത്താലും കർത്താവായ യേശു ക്രിസ്തുവിനാലുമാണ്. ഞാൻ നിങ്ങളുടെ ഒരു സുവിശേഷം പറയുന്നു. ഇത് മാനുഷികമായ കാര്യമല്ല, മനുഷ്യരിൽ നിന്ന് ഞാൻ പഠിച്ചതുമല്ല, സ്വർഗത്തിലെ ദൈവം കർത്താവായ യേശു ക്രിസ്തുവിലൂടെ വെളിപ്പെടുത്തി തന്നതാണ് എന്നാണ് പൗലോസിലൂടെ പറയുന്നത്. അപ്പോൾ അതിന്റെ അർത്ഥം എന്താ? 4 സുവിശേഷങ്ങളിൽ വരെ വെളിപ്പെടുത്താത്ത, അപ്പോസ്തല പ്രവൃത്തിയിൽ വെളിപ്പെടുത്താത്ത എന്തോ കാര്യങ്ങൾ പുതുതായി ദൈവത്തിന് നമ്മോട് സംസാരിക്കാനുണ്ട്. അതുകൊണ്ടാണ് പൗലോസിനെ ദൈവം തിരഞ്ഞെടുത്തത് എന്നുള്ളതാണ് നമുക്കവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രിയമുള്ളവർ, എന്നോട് കൂടെ ഉണ്ടോ? ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇവിടെ പറയുകയാണ്, യേശു ക്രിസ്തുവിന്റെ വെളിപ്പാടിൽ അത്രേ ഇത് ഞാൻ പ്രാപിച്ചത്. തന്നെയുമല്ല, പൗലോസ് പറയുന്നുണ്ട്, ദൈവം ക്രിസ്തുവിലൂടെ സംസാരിക്കുന്നുണ്ടോ എന്നുള്ളതിന് തുമ്പന്വേഷിക്കുന്നുവല്ലോ. 2 കൊരിന്ത്യർ ലേഖനം 13-ാം വാക്യം പറയുകയാണ്, ക്രിസ്തു എന്നിൽ സംസാരിക്കുന്നു എന്നതിന് നിങ്ങൾ തുമ്പന്വേഷിക്കുന്നുവല്ലോ. അപ്പോൾ പൗലോസ് പറയുന്നത് ദൈവികമല്ല എന്നുള്ളത് അന്ന് തന്നെ തർക്കങ്ങളുണ്ടായിരുന്നു. അപ്പോൾ പൗലോസ് പറയുകയാണ്, നിങ്ങൾ അതിന് തുമ്പാണല്ലോ അന്വേഷിച്ചെടുക്കുന്നത്. സ്വർഗത്തിൽ നിന്ന് ദൈവം എന്നെ അപ്പോസ്തലനാക്കി നിയമിച്ച് ചില സത്യങ്ങളെ നിങ്ങളോട് പറഞ്ഞപ്പോൾ അവർ ചിന്തിക്കുകയാണ്, ഇവൻ കർത്താവിനെ കണ്ടിട്ടില്ലല്ലോ, 12 അപ്പോസ്തലന്മാർ പറഞ്ഞ കാര്യമല്ലേ ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു തന്നെ ചില കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, ഈ പൗലോസ് എന്ന് പറയുന്ന മനുഷ്യൻ ഇപ്പോൾ എവിടെ നിന്ന് പൊട്ടിമുളച്ചു വന്നു? ഇങ്ങനെയൊക്കെ ചോദിക്കാൻ തുടങ്ങിയപ്പോൾ പൗലോസ് പറയുകയാണ്, എന്നിലൂടെ ക്രിസ്തു സംസാരിക്കുന്നു എന്നുള്ളതിന്റെ തുമ്പ് നിങ്ങൾ അന്വേഷിക്കുന്നുവല്ലോ. എന്നിട്ട് പറയുകയാണ്, പ്രൈസ് ദി ലോർഡ്, ഈ തുമ്പ് അന്വേഷിച്ച് നടക്കുന്നവരോട് പറയുകയാണ്, തനിക്ക് അപ്പോസ്തലത്വം കിട്ടിയത് കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നാണ്, പിതാവായ ദൈവത്തിൽ നിന്നുമാണ്. ഇത് മനുഷ്യരിൽ നിന്നല്ല, പന്തിരുവരെന്നെ ഗ്രഹിപ്പിച്ചതുമല്ല, ഇതൊരു പുതിയ വെളിപ്പാടാണ്. വെളിപ്പാടിനാൽ എനിക്ക് സത്യം മനസ്സിലായി എന്നാണ് പൗലോസ് പറയുന്നത്. എഫെസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 2-3 വാക്യം കൂടി നമുക്കൊന്ന് വായിക്കാം. എഫെസ്യ ലേഖനം, എനിക്ക് ലഭിച്ച ദൈവകൃപയുടെ വ്യവസ്ഥയെക്കുറിച്ച് ഞാൻ നീതി ചുരുക്കത്തിൽ എഴുതിയതുപോലെ. പ്രൈസ് ദി ലോർഡ്. നിർത്തി വായിക്കാം. നിങ്ങൾക്കായി എനിക്ക് ലഭിച്ച ദൈവകൃപയെ കുറിച്ച് മുകളിൽ ചുരുക്കത്തിൽ ഞാൻ എഴുതിയല്ലോ. വായിക്കാം. വെളിപ്പാടിനാൽ എനിക്കൊരു മർമ്മം അറിയാൻ വന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്. വെളിപ്പാടിനാൽ എനിക്കൊരു പുതിയ മാർമിക സത്യം വെളിപ്പെട്ടു എന്നാ പറയുന്നത്. വെളിപ്പാടിനാൽ. അടുത്ത താഴേക്ക് വായിക്കാം. നിങ്ങളത് വായിച്ചാൽ ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള മർമ്മത്തിൽ എനിക്കുള്ള ബോധം നിങ്ങൾക്ക് ഗ്രഹിക്കാം. യെസ്, ഈ കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ തിരുവചനം വായിക്കണമെന്നാണ് പൗലോസ് പറയുന്നത്. വായിച്ചാൽ അത് നിങ്ങൾക്ക് ഗ്രഹിക്കാം. പ്രൈസ് ദി ലോർഡ്. അതിന്റെ 3-9 വാക്യം കൂടി ഇത് വായിക്കാം. എഫെസ്യ ലേഖനം, സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ അനാദികാലം മുതൽ മറഞ്ഞു കിടന്ന മർമ്മത്തിന്റെ വ്യവസ്ഥ ഇന്നതെന്ന് എല്ലാവർക്കും പ്രകാശിപ്പിക്കാനുമായി ഈ കൃപ നൽകിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പറയുകയാണ്, താനിപ്പോൾ പറയുന്ന ഈ വസ്തുത, ഈ സുവിശേഷം, അത് അനാദികാലം മുതലേ മറഞ്ഞു കിടന്നിരുന്നൊരു സത്യമായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്ന് പറഞ്ഞാൽ അതുവരെ ഒരു മനുഷ്യനും വെളിപ്പെടുത്തിയിട്ടില്ല. മോശയ്ക്ക് വെളിപ്പെട്ടിട്ടില്ല, അബ്രഹാത്തിന്, ഇസ്ഹാക്കിന്, യാക്കോബിനും വെളിപ്പെട്ടിട്ടില്ല, പ്രവാചകന്മാരായ പഴയ നിയമ വിശുദ്ധന്മാർക്ക് ആർക്കും വെളിപ്പെട്ടിട്ടില്ല. അപ്പോൾ തന്നെ പന്തിരുവരുന്ന് പ്രസംഗിച്ചിട്ടില്ല. സാക്ഷാൽ കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലായിരിക്കുമ്പോഴും ഇപ്പോൾ പൗലോസ് പറയുന്ന കാര്യം എന്ത് ചെയ്തിട്ടില്ല? റിവീൽ ആക്കിയിട്ടില്ല, വെളിപ്പെടുത്തിയിട്ടില്ല. മനസ്സിലായോ? പിതാവായ ദൈവം തന്നോട് എന്താണോ പറഞ്ഞത് അത് മാത്രമാണ് പുത്രൻ ഇവിടെ സംസാരിച്ചത്. അതിനുശേഷം പിതാവായ ദൈവം വീണ്ടും കർത്താവായ യേശു ക്രിസ്തുവിലൂടെ പുതിയൊരു വെളിപ്പാട് കൊടുക്കുകയാണ്. ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന ഒരു ദൈവസഭയ്ക്ക് തുടക്കം കുറിക്കുകയാണ്. അവിടെ സകല മാനകുലത്തിനും വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന സകലർക്കും വേണ്ടിയുള്ള രക്ഷ. അതെന്താണ് രക്ഷ?
കർത്താവായ യേശു ക്രിസ്തു എനിക്ക് വേണ്ടി, എന്റെ പാപത്തിന് വേണ്ടി പരിഹാരമായി, യാഗമായി, കാൽവരി കുരിശിൽ യാഗമായി തീർന്നു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ഇതിലെ ആഴമായ വിശ്വാസത്താൽ സൗജന്യമായി നമ്മെ നീതീകരിച്ച് ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയുടെ ഭാഗമാക്കി തീർത്ത് റാപ്ചറിൽ നമ്മെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സുവിശേഷം പൗലോസിലൂടെ ദൈവം വെളിപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. പൗലോസിന് വെളിപ്പെട്ട സുവിശേഷത്തെ പഴയ നിയമത്തിലോ 4 സുവിശേഷങ്ങളിലോ കർത്താവ് ഭൂമിയിലായിരിക്കുമ്പോൾ പറഞ്ഞ തിരുവചനങ്ങളെ പരിശോധിച്ചാലോ കാണാൻ കഴിയുകയില്ല. കാരണം എന്താ? ദൈവം പടിപടിയായിട്ട്, പ്രോഗ്രസീവായിട്ട് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. അങ്ങനെ വെളിപ്പാടുകളുടെ ആധിക്യത്താൽ പൗലോസിനും ഒരു സത്യം വെളിപ്പെട്ടു. അത് അനാദികാലം മുതലേ മറച്ചു വെച്ച ഒരു സത്യമായിരുന്നുവെന്ന് ഇദ്ദേഹം പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പൗലോസിന്റെ 14 ലേഖനം, ഹെബ്രായ ലേഖനവും കൂടി 14 ലേഖനങ്ങൾ എഴുതി പൂർത്തീകരിച്ചു. അപ്പോഴും തിരുവചനം പൂർണ്ണമായോ? AD 68 പൗലോസ് മരിക്കുന്നു. അപ്പോൾ പൗലോസിന്റെ ലേഖനങ്ങളൊക്കെയും പൗലോസ് എഴുതി വെച്ചു. ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ, ഉപദേശങ്ങൾ എല്ലാം കൊടുത്തു. എന്നാൽ അവിടെയും ദൈവത്തിന്റെ വെളിപ്പാടുകൾ പൂർണ്ണമാകുന്നില്ല. ദൈവം എന്ത് ചെയ്തു? AD 95 കർത്താവിന്റെ 12 ശിഷ്യന്മാരിൽ ഒരുവനായ യോഹന്നാൻ അപ്പോസ്തലന് ഒരു വെളിപ്പാട് കൊടുത്തു. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. യേശുക്രിസ്തുവിന്റെ വെളിപ്പാട് വേഗത്തിൽ സംഭവിക്കാനുള്ളത് തന്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അത് അവന് കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. വേഗത്തിൽ സംഭവിക്കാനുള്ളത് ദൈവം അത് അവന് കൊടുത്തു എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിന് വീണ്ടും കൊടുക്കുകയാണ്. 4 സുവിശേഷങ്ങളിൽ കർത്താവായ യേശു ക്രിസ്തുവിന് കൊടുക്കാത്ത, വെളിപ്പെടുത്താത്ത ചില സത്യങ്ങൾ AD 95 പിതാവായ ദൈവം പുത്രനായ ക്രിസ്തുവിന് കൊടുക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ വായിച്ചതിന്റെ സാരം. താഴേക്ക് വായിക്കാം. അവനത് തന്റെ ദൂതൻ മുഖാന്തരം അയച്ച് തന്റെ ദാസനായ യോഹന്നാന് പ്രദർശിപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇത് സംഭവിക്കുന്നത് AD 95 ഓർക്കണം. ബൈബിളിലെ 66 പുസ്തകങ്ങളും എഴുതി തീർത്തു. അതിനുശേഷം എക്സ്ട്രാ ഒരു വെളിപ്പാട് എന്തുകൊണ്ട് ദൈവം കൊടുത്തു? എങ്ങനെ ദൈവം കൊടുത്തു? പിതാവായ ദൈവം പുത്രനായ ക്രിസ്തുവിന് കൊടുത്ത വെളിപ്പാട്, യേശു ക്രിസ്തുവിന്റെ വെളിപ്പാട് എന്ന് പറഞ്ഞാൽ 4 സുവിശേഷങ്ങളിൽ എന്തൊക്കെയോ വെളിപ്പെടുത്താൻ ബാക്കിയുണ്ടായിരുന്നു. അതാണ് അല്പമായ മിസ്റ്ററി ഗോസ്പൽ പൗലോസിന് വെളിപ്പെടുത്തി കൊടുത്തത്. എന്നാൽ പൗലോസിന് വെളിപ്പെടുത്തി കൊടുക്കാത്ത പുതിയ എന്തോ കാര്യങ്ങളൊക്കെയും ദൈവത്തിന് തന്നെ ജനത്തെ അറിയിക്കണം. അപ്പോൾ എന്ത് പറ്റി? ഇവിടെ യോഹന്നാൻ അപ്പോസ്തലന് 66-ാമത്തെ പുസ്തകമായ വെളിപ്പാട് പുസ്തകത്തിൽ ദൈവം പുതിയൊരു വെളിപ്പാട് കൊടുക്കുകയാണ്. എന്ന് പറഞ്ഞാൽ 65 പുസ്തകങ്ങൾ രേഖപ്പെടുത്തി വെച്ചതിന് ശേഷവും വെളിപ്പാട് പുസ്തകം യോഹന്നാന് കൊടുക്കുകയാണ്. ഇവിടെ വെളിപ്പാട് പുസ്തകത്തിൽ പറയുകയാണ്, ഇതാ സാക്ഷീകരിക്കുന്നവൻ, അതെ ഞാൻ വേഗം വരുന്നു എന്ന് അരുളി ചെയ്യുന്നു. 18-ാം വാക്യം. ഈ പുസ്തകത്തിലെ പ്രവചനങ്ങൾ കേൾക്കുന്ന ഏവരോടും ഞാൻ സാക്ഷീകരിക്കുന്നു എന്തെന്നാൽ അതിനോട് ആരെങ്കിലും കൂട്ടിയാൽ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ബാധകളെ ദൈവം അവന് വരുത്തും. ഈ പ്രവചന പുസ്തകത്തിലെ വചനത്തിൽ നിന്നും ആരെങ്കിലും വല്ലതും നീക്കിക്കളഞ്ഞാൽ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ജീവവൃക്ഷത്തിലും വിശുദ്ധ നഗരത്തിലും അവനുള്ള അംശം ദൈവം നീക്കിക്കളയും എന്ന് പറഞ്ഞാൽ ഇനി ഈ പുസ്തകത്തോട് പുതിയ വെളിപ്പാടെന്ന് പറഞ്ഞ് എന്തെങ്കിലും കൂട്ടുവാനോ ഇത് വെളിപ്പാടല്ല എന്ന് പറഞ്ഞ് കുറയ്ക്കുവാനോ ദൈവം അനുവദിക്കുന്നില്ല. അങ്ങനെ ചെയ്താൽ അവൻ ശാപഗ്രസ്തനായി തീരുമെന്നാണ് വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിന്റെ 18 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിച്ചത്. എന്ന് പറഞ്ഞാൽ വചനം പൂർണ്ണമായി കഴിഞ്ഞു. എവിടെ നിന്നാ തുടങ്ങിയത്? ദൈവം മോശയ്ക്ക് മലമുകളിൽ 10 കൽപ്പനയിൽ തുടങ്ങിയ ആ ന്യായപ്രമാണത്തോടു കൂടി തുടങ്ങി. അങ്ങനെ 40ഓളം എഴുത്തുകാരെ കൊണ്ട് വിവിധമായ നിലകളിൽ ദൈവം വചനം കൊടുത്തു. ഏറ്റവും ഒടുവിൽ AD 95-ാം ആണ്ടിൽ യോഹന്നാൻ അപ്പോസ്തലന് പുതിയൊരു വെളിപ്പാടും ദൈവം കൊടുത്തു, മേലാൽ സംഭവിപ്പാനുള്ളത്. എന്ന് പറഞ്ഞാൽ AD 95 മുതൽ ചരിത്രം 2000 വർഷം പിന്നിട്ട് ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നു. ഇനി കർത്താവിന്റെ വരവിനെ കുറിച്ചും, ഏത് വരവിനെ കുറിച്ച്? മധ്യാകാശത്തിൽ കർത്താവ് വന്ന് നമ്മെ ബോഡി ഓഫ് ക്രൈസ്റ്റിനെ ചേർക്കുന്നതിനെ കുറിച്ചും, തുടർന്ന് യഹൂദന്റെ 7 വർഷത്തെ പീഡാകാലത്തെ കുറിച്ചും, തുടർന്ന് കർത്താവ് മഹത്വത്തിൽ പ്രത്യക്ഷപ്പെട്ട്
സാത്താനെയും അവന്റെ കിങ്കരന്മാരെയും തോൽപ്പിച്ച് ഇവിടെ ഭൂമിയിൽ രാജ്യം സ്ഥാപിക്കുന്നതിനെ കുറിച്ചും 1000 ആണ്ടിന് ശേഷം വീണ്ടും സ്വർഗത്തിലുള്ള നമ്മെയും ഭൂമിയിലുള്ള യഹൂദന്മാരെയും ഒന്നിച്ച് പുത്തനാം യെരൂശലേമിൽ കൊണ്ടുവന്ന് നിത്യതയിൽ രാവും പകലും ഇല്ലാത്ത നിത്യതയിൽ ദൈവത്തോടൊപ്പം വസിക്കുന്ന നിത്യത വരെയുള്ള കാര്യങ്ങൾ ദൈവം ആരിലൂടെ വെളിപ്പെടുത്തി കൊടുത്തു? പിതാവായ ദൈവം കർത്താവായ യേശു ക്രിസ്തുവിന് നൽകി. യേശു ക്രിസ്തു തന്റെ ദൂതനെ അയച്ച് അത് യോഹന്നാൻ അപ്പോസ്തലന് കൊടുത്തു. ഈ പ്രവചനത്തോട് എന്തെങ്കിലും കൂട്ടിയാൽ അവൻ ശപിക്കപ്പെട്ടവൻ, എന്തെങ്കിലും എടുത്തു കളഞ്ഞാൽ അവനും ദൈവം പറഞ്ഞിരിക്കുന്ന ഈ നിത്യജീവന്റെ ഓഹരി ലഭിക്കുകയില്ല എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പോഴാണ് AD 600-കളിൽ പുതിയൊരു ദൈവിക സംവിധാനം എന്ന് പറഞ്ഞൊരു സംവിധാനം ഇവിടെ ഉടലെടുത്തു. അതിനുശേഷം അനേകം ആൾ ദൈവങ്ങൾ എഴുന്നേറ്റു, അനേക ഉപദേശ പെശകുകൾ വരുത്തി. ഇവരെല്ലാം ശാപത്തിൻ കീഴിൽ അകപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് നാം ഇപ്പോൾ ശ്രദ്ധിച്ച വേദഭാഗങ്ങളിൽ നിന്നും വചനത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ പ്രിയമുള്ളവരെ, ചുരുക്കത്തിൽ ഞാൻ എന്താണ് പറയുവാൻ ആഗ്രഹിക്കുന്ന കാര്യം? ദൈവം മനുഷ്യനോട് ഇടപെട്ട ഇടപാടുകൾ നോക്കുമ്പോൾ പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു റെവലേഷൻ കാണുന്നുണ്ട്. പടിപടിയായിട്ട് ദൈവം മനുഷ്യനോട് സംസാരിച്ചിട്ടുണ്ട്. എവിടെ സംസാരിച്ചു, എവിടെ നിർത്തി എന്ന് നമ്മൾ നോക്കുമ്പോഴാണ് മോശയിലൂടെ സംസാരിച്ചു തുടങ്ങിയ ദൈവം സാക്ഷാൽ യോഹന്നാനിലൂടെ, അപ്പോസ്തലനായ യോഹന്നാനിലൂടെ സംസാരിച്ച് നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. കർത്താവായ യേശു ക്രിസ്തു വെളിപ്പെടുത്താത്ത ചില കാര്യങ്ങൾ, മറഞ്ഞിരുന്ന മാർമിക സത്യങ്ങൾ കർത്താവായ യേശു ക്രിസ്തു പൗലോസിലൂടെയാണ് വെളിപ്പെടുത്തിയത്. അപ്പോൾ തന്നെ പൗലോസിലൂടെ വെളിപ്പെടുത്തിയ ഒരു സത്യത്തിലൂടെ നാം ഇന്ന് ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭ ജാതികൾക്കുള്ള സുവിശേഷം ഏൽപ്പിച്ചു കൊടുത്തു. അതിലൂടെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നാം രക്ഷിക്കപ്പെടുമ്പോൾ ഏറ്റവും ഒടുവിലിതാ പൗലോസിനും വെളിപ്പെടുത്താതിരുന്ന ചില കാര്യങ്ങൾ യോഹന്നാൻ അപ്പോസ്തലന് വെളിപ്പെടുത്തി. വെളിപ്പാട് പൂർണ്ണമായി ബൈബിൾ 66 പുസ്തകങ്ങളുള്ള ഒറ്റ പുസ്തകമായി ഇന്ന് നമ്മുടെ കയ്യിൽ തന്നിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇതാണ് തിരുവചനം. അതിൽ നിന്നുകൊണ്ട് വേണം ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നത് ചിന്തിക്കുവാൻ. നമ്മൾ ഇന്ന് വായിച്ച തിരുവചന ഭാഗത്തേക്ക് നമുക്കൊന്ന് കടന്നു വരാം. സങ്കീർത്തന പുസ്തകം 119 അധ്യായമാണ് നമ്മൾ വായിച്ചത്. അതിന്റെ ചില വാക്യങ്ങൾ നമ്മൾ വായിച്ചു. എന്താണ് വായിച്ചത്? ഇവിടെ പറയുകയാണ്, നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എന്റെ കണ്ണുകളെ തുറക്കണമേ. ഈ അത്ഭുതങ്ങളാണ് നമ്മൾ ഇപ്പോൾ കണ്ടത്. ദൈവത്തിന്റെ പ്രോഗ്രസീവ് റെവലേഷൻ ആരിലൂടെയൊക്കെയും എങ്ങനെയൊക്കെയും നൽകി. എന്നാൽ ദൈവം നൽകാതിരുന്ന വെളിപ്പാടുകൾ ദൈവം കൃത്യമായി പറഞ്ഞു, ഇത് ഞാൻ കൊടുത്തതല്ല, ഇത് വ്യാജന്മാർ പറയുന്നതാണ്, ഞാൻ അവരുമായി യാതൊരു ബന്ധവുമില്ല, ഞാൻ അവരെ അയച്ചിട്ടില്ല. എന്നാൽ ദൈവം അയച്ചവരിലൂടെ, ദൈവം തെരഞ്ഞെടുത്തവരിലൂടെ സത്യമായ വചനം നമുക്ക് നൽകിയിരിക്കുകയാണ്. ഈ അത്ഭുതങ്ങളെ കാണുവാൻ നമ്മുടെ കണ്ണുകൾ തുറക്കേണ്ടത് ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകലിൽ നമ്മുടെ കണ്ണുകളെ ദൈവം തുറക്കട്ടെ. അതിന് 24-ാം വാക്യം, നിന്റെ സാക്ഷ്യങ്ങൾ എന്റെ പ്രമോദവും എന്റെ ആലോചനക്കാരുമാകുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രമോദം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഈ സാക്ഷ്യമാണ്, വചനമാണ്. തന്നെയുമല്ല, നമ്മൾക്ക് ആലോചനക്കാരായിരിക്കേണ്ടതും ആരെങ്കിലും എന്തെങ്കിലും പറയുന്ന കാര്യത്തിലല്ല, മറിച്ച് ദൈവത്തിന്റെ വചനമാണ്, സാക്ഷ്യമാണ് എന്റെ ആലോചനക്കാർ എന്ന് പറഞ്ഞാൽ ഈ 66 പുസ്തകങ്ങളിൽ തന്നിട്ടുള്ള തിരുവചനമാണ് എന്റെ ആലോചനക്കാര്. ഇതിൽ നിന്ന് വേണം നമ്മൾ ആലോചന സ്വീകരിക്കുവാൻ. ഇതിൽ നിന്ന് വേണം നമ്മുടെ കണ്ണുകളെ പ്രകാശിപ്പിച്ച്, ആന്തരിക നേത്രങ്ങളെ പ്രകാശിപ്പിച്ച് വിളിയാലുള്ള ആശ ഇന്നതെന്ന് തിരിച്ചറിയുവാൻ. കാര്യത്തിന്റെ സംഗതികളെ മനസ്സിലായോ? വലിയൊരു ആഴമുള്ള മാർമിക സത്യമാണ് ഇന്ന് പകലിൽ ദൈവത്തിന്റെ ആത്മാവിനാൽ നമുക്ക് വെളിപ്പെട്ട് കിട്ടിയത്. എന്താണ്? പൗലോസിലൂടെ നമുക്ക് നൽകിയ ദൈവത്തിന്റെ ഈ വെളിപ്പാടിനാൽ പ്രവൃത്തി കൂടാതെ വിശ്വാസത്താലുള്ള രക്ഷ. തന്നെയുമല്ല, മനുഷ്യകുലത്തിന് ലഭിക്കാവുന്നതിലും ഏറ്റവും വലിയ പദവിയാണ് ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന പദവി. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പ്രവചന പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ യഹൂദരിലൂടെ വേണമായിരുന്നു ജാതികളിലേക്ക് രക്ഷ വരുവാൻ. അപ്പോൾ രാജകീയ പുരോഹിതന്മാരായി യഹൂദന്മാർ നിൽക്കും, അതിന്റെ താഴെ ജാതികളായി നമ്മൾ നിൽക്കണമായിരുന്നു. എന്നാൽ യഹൂദനത് തള്ളിക്കളഞ്ഞതുകൊണ്ട് മണവാട്ടി സഭ എന്ന് പറയുന്ന ആ സഭയേക്കാൾ 10 മടങ്ങ് ശ്രേഷ്ഠമുള്ള ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന മണവാട്ടി സഭയിലും തലയായിരിക്കുന്ന ഒരു പദവിയിലേക്ക് ദൈവം നമ്മെ കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. എന്തിലൂടെ? ഈ മിസ്റ്ററി ഗോസ്പലിലൂടെ, പൗലോസിലൂടെ ദൈവം വെളിപ്പെടുത്തി കൊടുത്ത ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയിലൂടെ നമുക്ക് നൽകിയിരിക്കുന്നത് മനുഷ്യന് ലഭിക്കാവുന്നതിനും ഏറ്റവും വലിയ പദവിയാണ്. തന്നെയുമല്ല, വാഗ്ദത്ത പ്രകാരം അനുസരിച്ചുള്ള രക്ഷയ്ക്ക്
1000 ആണ്ടായിരുന്നു അവരുടെ വാഗ്ദത്തമെങ്കിൽ അത്രയും സംവത്സരം നമ്മൾ സ്വർഗത്തിലേക്ക് പോകുവാനുള്ള അനുഗ്രഹവും നമുക്ക് ആ സുവിശേഷത്തിലൂടെ ലഭിച്ചിരിക്കുകയാണ്. നാം സ്വർഗീയ പൗരന്മാരാണ്. എൻ്റെ പ്രിയമുള്ളവർക്ക് ഞാൻ പറഞ്ഞതിൻ്റെ സാരം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. പ്രോഗ്രസീവായിട്ടുള്ള റെവലേഷനിൽ ദൈവം എന്തിന്, എങ്ങനെ, ആരോട്, എന്തുദ്ദേശത്തിൽ പറഞ്ഞു എന്ന് മനസ്സിലാക്കണമെങ്കിൽ, ന്യായപ്രമാണത്തിലെ ദൈവത്തിന്റെ വചനത്തിലെ അത്ഭുതങ്ങളെ കാണണമെങ്കിൽ നമ്മുടെ ആന്തരിക നേത്രങ്ങളെ പ്രകാശിക്കണം. അങ്ങനെ പ്രകാശിക്കുമ്പോൾ നാം ഇന്ന് ഏത് സുവിശേഷ പ്രകാരമാണ് രക്ഷിക്കപ്പെടുന്നത്, അതിന്റെ പ്രത്യാശ എന്താണ്, അതിന്റെ പരിണിത ഫലം എന്താണ്, നമ്മുടെ നിത്യത എങ്ങനെയാണ് എന്നൊക്കെ മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളൂ. അങ്ങനെ മനസ്സിലാക്കുമ്പോഴാണ് നാം ഇന്ന് നിൽക്കുന്ന ഈ ശ്രേഷ്ഠ പദവി എത്രയോ അനുഗ്രഹമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയുന്ന ഈ സന്ദേശം വീണ്ടും കേൾക്കുക. ചാരത്തും ദൂരത്തുമായി കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും, ഇന്ന് സഭയിൽ കൂടി വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ വചനത്താൽ ദൈവം അനുഗ്രഹിക്കട്ടെ. തിരിച്ചറിവുകൾ കിട്ടുവാൻ ദൈവം നമ്മുടെ ബുദ്ധിയെ തുറക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സന്ദേശത്തിൽ നിന്ന് വിരമിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.